പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ ജീവിതം നിങ്ങളോട് പറയുകയാണ്. ആഹാരം, ആരോഗ്യം, വ്യായാമം. ഈ ഒരു വിഷയത്തിൽ എൻ്റെ ജീവിതം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 2024 ഒക്ടോബർ മാസമാണ്. നമ്മൾ നവംബർ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2021 നവംബർ മാസം 3 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഈ ആരോഗ്യ സംബന്ധമായ ചരിത്രം, എൻ്റെ പഠനം ആരംഭിക്കുന്നത്. അതായത് ഒരു ദിവസം എനിക്ക് ശക്തമായ തലകറക്കം അനുഭവപ്പെടുന്നു. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും തല കറങ്ങുന്നൊരവസ്ഥ. അതെനിക്ക് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. അവരെന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചപ്പോൾ എനിക്ക് BP കൂടുതലാണെന്നും പറഞ്ഞ് ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് നൽകി. ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ടും ഇത് മാറാണ്ട് വന്നപ്പോൾ വിദഗ്ധ പരിശോധന വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വീട്ടുകാർ കൊണ്ടുവന്നു. ഡോക്ടർ എനിക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി. അതിനുശേഷം എന്നോട് പറഞ്ഞു, മിസ്റ്റർ ഷാഹുൽ, താങ്കൾക്ക് അമിതവണ്ണമുണ്ട്, ഫാറ്റി ലിവർ നന്നായിട്ടുണ്ട്, കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ അഥവാ BP നന്നായിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വ്യായാമം ശീലമാക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിവായി സ്വസ്ഥനാകണം, പച്ചക്കറികൾ കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കണം. ഞാനിതെല്ലാം ഏറ്റപ്പോൾ എൻ്റെ മുഖത്ത് ഡോക്ടർ പറഞ്ഞു, ചെയ്താൽ താങ്കൾക്ക് കൊള്ളാം. കാരണം താങ്കളുടെ ആരോഗ്യത്തിൻ്റെ 90% നിങ്ങളുടെ മാത്രം കയ്യിലാണ്. ഒരു ഡോക്ടർക്ക് 10% മാത്രമേ റോളുള്ളൂ. നന്നായി നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. ഏത് റോൾസ് റോയ്സ് വണ്ടിയാണെങ്കിലും കേടായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഡോക്ടർ എനിക്കൊരു ഉപദേശം കൂടി നൽകി. എൻ്റെ മനസ്സിൽ ആഴത്തിൽ തറച്ച ഈ വാക്കുകളുമായി തിരിച്ച് ഞാൻ വീട്ടിലെത്തി. പിറ്റേ ദിവസം എൻ്റെ മകനെയും കൂട്ടി ഞാൻ നടത്തം ആരംഭിച്ചു. രാവിലെ അങ്ങനെ നടത്തം ആരംഭിച്ചു. കുറേ വെള്ളം കുടിക്കാൻ തുടങ്ങി. ഡ്രിങ്കിങ് ഹാബിറ്റ് ഞാൻ ശീലമാക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയപ്പോൾ കാലുകളൊക്കെ വേദനിക്കുന്നു, മേലുവേദന, അസ്വസ്ഥതകൾ. പിന്നെ ഞാൻ ആദ്യം കിതയ്ക്കുമായിരുന്നു. ഞാൻ ഇടുക്കി ജില്ലയിലെ തൂക്കുപാലം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള വഴിയിലൂടെ നടന്നപ്പോൾ ഭയങ്കര കിതപ്പാണ്. മകൻ എൻ്റെ ഒപ്പം, അവൻ വേഗം നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കയറ്റമൊക്കെ കയറുമ്പോൾ ഞാൻ കിതയ്ക്കുകയാണ്. പക്ഷെ ഞാൻ നടത്തം നിർത്തിയില്ല. എല്ലാ ദിവസവും നടന്നു. അപ്പോൾ രാവിലെ പട്ടിയും പന്നിയും ഒക്കെ രാവിലെ ഉള്ള വഴിയിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വടിയൊക്കെ എടുത്ത്, ഒരു ലാത്തി പോലത്തെ വടിയൊക്കെ പിടിച്ച് ഞാൻ നടക്കുമായിരുന്നു. അങ്ങനെ ഈ നടത്തം തുടർന്നു. ഞാൻ കൃത്യമായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഞാൻ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളമെടുക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വ്യായാമത്തിനും നടത്തത്തിനും മുമ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കും. അങ്ങനെ വെള്ളം കുടിച്ച് നടന്ന് ആഹാരങ്ങൾ ഞാൻ നിയന്ത്രിച്ച്, ഞാൻ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കൂടുതലായി കഴിച്ച് 45 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും കാണണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നപ്പോൾ എൻ്റെ തൂക്കം 78 കിലോ ഉണ്ടായിരുന്ന ഞാൻ, ഡോക്ടർ 18 കിലോ കുറയ്ക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ കൃത്യം 60 കിലോ തൂക്കമായി. പിന്നെ എൻ്റെ കൊളസ്ട്രോളും BP എല്ലാം നോർമലായിരിക്കുന്നു. ഡോക്ടർ എനിക്ക് 3000 രൂപയുടെ മരുന്നായിരുന്നു മാസം കുറിച്ചിരുന്നത്. ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് നിലനിർത്തണം, കീപ്പ് ഇറ്റ് അപ്പ്. ഈ മോഡിഫൈഡ് ലൈഫ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ചെയ്താൽ നിങ്ങൾക്ക് മരുന്ന് അധികം വേണ്ടി വരില്ല. അപ്പോൾ എനിക്കിതൊരു മോട്ടിവേഷനായി. ഡോക്ടർ വെൽട്ടൺ പറഞ്ഞു. ഡോക്ടർ മരുന്നുകളെല്ലാം വെട്ടി.
അങ്ങനെ എന്നിൽ നിക്ഷേപിക്കാൻ, എൻ്റെ ആരോഗ്യത്തിൽ നിക്ഷേപിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള അറിവുകളില്ല. ഞാൻ അറിവുകൾക്ക് വേണ്ടി നെറ്റിലും യൂട്യൂബിലുമൊക്കെ പരതി. അപ്പോൾ ഈ 120 ദിവസം ഞാൻ ഇത് പിടിച്ചു നിർത്തി ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ്, കഴിക്കുന്ന ചപ്പാത്തി, കഴിക്കുന്ന ചോറ്, പച്ചക്കറികൾ, കുടിക്കുന്ന വെള്ളം, നടത്തം, ഇതെല്ലാം എഴുതി വെച്ച് ഓരോ ദിവസവും മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അത് തുടർന്നുകൊണ്ടിരുന്നു. ഇന്നും എൻ്റെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ വ്യായാമത്തിലൊക്കെ ഞാനിത് തുടരുകയാണ്. പക്ഷേ ഇതെനിക്കൊരു ഈ 120 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര മടിയാണ്, ആവർത്തന വിരസത, ബോറിങ്, ആകെ അസ്വസ്ഥത തോന്നി. അപ്പോൾ ഇതിനെ എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പുതിയ സ്കില്ലുകൾ പഠിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് പുതിയ കുറേ സ്കില്ലുകൾ, ആധുനികമായ കമ്മ്യൂണിക്കേഷൻ, ഇൻവെസ്റ്റിംഗ്, പിന്നെ ബ്രാൻഡിങ്, അങ്ങനെ കുറേ സ്കില്ലുകൾ എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന കുറേ സ്കില്ലുകൾ മെച്ചപ്പെടുത്താനും അതിനെയൊക്കെ എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യുക എന്നൊക്കെ ചിന്തയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നമ്മുടെ ആഹാരവും ആരോഗ്യവും മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഏത് സ്കില്ലിലും സക്സസ് ആകാൻ കഴിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ പഠിച്ചെടുത്ത ഈ ശീലത്തെ ആസ്വാദ്യകരമാക്കിയത് എന്നുള്ള കാര്യം നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ സംസാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, ജീവിതം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുടെ ഒരു കമ്മ്യൂണിറ്റി. നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് നല്ലൊരു മനുഷ്യ കൂട്ടായ്മ ഉണ്ടാക്കാം. ഡു ഇറ്റ് ടുഡേ, ഹാപ്പി ലൈഫ്.